നമുക്കൊരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു അക്വാപോണിക്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. 50 ലിറ്ററിൻ്റെ ഇതേപോലത്തെ 2 കണ്ടെയ്നർ വേണം. 3 ഇഞ്ചിൻ്റെ PVC പൈപ്പ് നിറയെ ദോരങ്ങൾ ഉണ്ടാക്കുക. 3/4 ഒരു ദോരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ 3/4 PVC പൈപ്പ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സബ്മേഴ്സിബിൾ പമ്പ് വേണം. ഇത് 11 വാട്ട്സിൻ്റെ സൺസൺ JTP 1800 എന്നിട്ടുള്ള ഒരു മോഡലാണ്. ഇതന്നെ വേണമെന്നില്ല, ചെറിയൊരു സബ്മേഴ്സിബിൾ പമ്പ് സാധാരണ അക്വേറിയത്തിൽ ഉപയോഗിക്കുന്ന പമ്പായാലും മതി. പിന്നെ കുറച്ച് പൈപ്പുകൾ വേണം. ഇത് 1 ഇഞ്ചിൻ്റെ പൈപ്പാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ഇഞ്ചിൻ്റെയും 3/4 ഇഞ്ചിൻ്റെ PVC പൈപ്പുകൾ വേണം. ഒരു ടൈമറും വേണം. ഇതുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു ചെറിയൊരു അക്വാപോണിക് സിസ്റ്റം ഉണ്ടാക്കാം. ഇൻഡോറിൽ വെക്കാനും പറ്റും, ഔട്ട്ഡോറിലൊക്കെ വെക്കാൻ പറ്റും. പിന്നെ വേണ്ടത് കുറച്ച് മെറ്റലാണ്. നമുക്ക് ഗ്രോ ബെഡിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള മെറ്റലോ അല്ലെങ്കിൽ ക്ലേ ബോൾസോ എന്തെങ്കിലും വേണം. അപ്പോൾ അത് പിന്നെ ഒരു FTMT ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഡ്രമ്മിൻ്റെ ഒരു കണ്ടെയ്നറിൻ്റെ താഴ്ന്ന് 2 ഇഞ്ച് മുകളിലായിട്ട് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ താഴത്തേക്കാണ് ഈ ദോരം ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെയാണ് ഈ ഒരു FTMT ഫിറ്റ് ചെയ്യുന്നത്. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലീക്കും ഉണ്ടാവില്ല. പിന്നെ 3/4 PVC പൈപ്പ് പുറത്ത് കണക്ട് ചെയ്തു. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ മീഡിയ ഗാർഡ് 3 ഇഞ്ചിൻ്റെ മീഡിയ ഗാർഡ് 3/4 തന്നെ PVC പൈപ്പ് വെച്ചിട്ട് കണക്ട് ചെയ്യണം. അകത്ത് ഇങ്ങനെ കണക്ട് ചെയ്യാം. പുറത്തേക്ക് ഇതാ ഈ ഒരു പൈപ്പ്. ഇത് സ്റ്റോളിൻ്റെ മുകളിലായിട്ട് വെക്കാം. ഈ ഗ്രോ ബെഡ് നമുക്ക് കുറച്ച് ഹൈറ്റ് കൂടിയ സ്ഥലത്ത് വേണം വെക്കാൻ. ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഈ സബ്മേഴ്സിബിൾ പമ്പ്. അപ്പോൾ ഈ സബ്മേഴ്സിബിൾ പമ്പിൻ്റെ ഔട്ട് വരുന്നത് 1 ഇഞ്ചാണ്. അപ്പോൾ 1 ഇഞ്ചിൻ്റെ തന്നെ PVC പൈപ്പ് വെച്ച് ഇതേപോലൊരു എൽബോ വെച്ചു. പിന്നെ ഒരു ടീ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ടീ 1ക്ക് 3/4 റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഗ്രോ ബെഡിലേക്ക് ഉള്ള പൈപ്പ് 3/4 ഇഞ്ച് ആയതുകൊണ്ട് 1ക്ക് 3/4 റെഡ്യൂസ് ഉള്ള ഒരു PVC പൈപ്പ് വെച്ചു. ഇതിലേക്ക് കണക്ട് ചെയ്തു. പിന്നെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1ക്ക് 1/2 ആയിട്ടാണ് റെഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഒരു എയറേഷന് വേണ്ടിയിട്ടാണ്, ഒരു വെഞ്ചുറി പോലെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. അത് 1ക്ക് 1/2 ആയിട്ട് റെഡ്യൂസ് ചെയ്ത് പിന്നെ വീണ്ടും 1 തന്നെ താഴത്തേക്ക് പോകുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ സൈഡിൽ വെക്കാം. ഇതൊരു ഓക്സിജൻ ലയിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈഡിൽ ഇങ്ങനെ വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അക്വാപോണിക് സിസ്റ്റത്തിൻ്റെ സംഭവം. ഈ രീതിയിൽ നമുക്ക് എത്ര വലുതും എത്ര ചെറുതും ഉണ്ടാക്കാവുന്നതാണ്. വളരെ സിമ്പിളല്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് മീഡിയ നിറക്കാം. അപ്പോൾ നമ്മൾ മോട്ടറിൽ നിന്നുള്ള കണക്ഷൻ നേരെ ടൈമറിലേക്ക്, ഈ മഞ്ഞയും കറുപ്പും ഒരു സൈഡിലുള്ള മഞ്ഞ കറുപ്പ് ഔട്ട്പുട്ട് അത് മോട്ടറിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഇൻപുട്ട് റെഡ് ആൻഡ് ബ്ലാക്ക് നമ്മൾ പവറിൽ കൊടുക്കുന്നു. ഇതൊരു 50 സെക്കൻഡാണ് ഓണും 1 മിനിറ്റ് ഓഫാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 50 സെക്കൻഡ് കൊണ്ട് ഇത് 2 ഇഞ്ചിന് താഴെ വരെ വെള്ളം നിറയുകയും 1 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് പാർന്നു പോവുകയും ചെയ്യും. ഇതിങ്ങനെ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. അത്രയേ ഉള്ളൂ എൻ്റെ പരിപാടി. ഇത് നമ്മൾ പവറിൽ കൊടുത്തു. ടൈമർ മോട്ടർ ഓൺ ആയിട്ടാ. ഇൻഡോറിലൊക്കെ വെച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണിത്. അപ്പോൾ ഒരു ഗ്രോ ലൈറ്റ് കൊടുത്താൽ മതി. സ്പെക്ട്രം ലൈറ്റുകൾ കിട്ടും. അത് വാങ്ങിച്ച് അതിൻ്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുക്കളയിൽ തന്നെ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് പറിച്ച് സ്പോട്ടിൽ പറിച്ച് കറി വെക്കാനൊക്കെ പറ്റും. അത്രയും ഫ്രഷായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇങ്ങനെ വെള്ളം നിറയുന്നുണ്ടില്ലേ. ഇപ്പോൾ മോട്ടർ ഓഫായി. തിരിച്ച് ആ വെള്ളം കയറിയ വെള്ളം ഇതിലൂടെ തന്നെ മോട്ടറിലൂടെ ഇതിലൂടെ തിരിച്ച് വരുന്നുണ്ടില്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രവർത്തനം. ഈ രീതിയിൽ നമുക്ക് എത്ര വലുതും എത്ര ചെറുതും ഉണ്ടാക്കാം. ഇപ്പോൾ കംപ്ലീറ്റ് വെള്ളം വാർന്നു പോയി. ഇതിൻ്റെ ഈ 2 ഇഞ്ചിൻ്റെ മുകളിൽ വരെ വെള്ളം, കുറച്ച് വെള്ളം അവിടെ നിൽക്കുന്നതല്ലാണ്. അപ്പോൾ അതുവരെ വെള്ളം നിൽക്കുന്നുണ്ട്. 1 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഓണായി. മോട്ടർ ഓണായിട്ട് കയറി പോകണുണ്ടല്ലേ. വെള്ളം കയറുന്നു. ഏകദേശം 2 ഇഞ്ച് താഴെ വരെ വെള്ളം എത്തുമ്പോൾ മോട്ടർ ഓഫാവുന്നു. ഓഫായ വെള്ളം തിരിച്ച് ഇതിലേക്ക് വരുന്നു. ഇതാണ് ഇതിൻ്റെ പ്രവർത്തനം. ഇത്രയേ ഉള്ളൂ. വളരെ വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്യാവുന്നുള്ളൂ. ഞാനിത് ഈ നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടി ഒരു ഡെമോക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളൊരു സിസ്റ്റമാണിത്. നല്ല ഓക്സിജൻ ലയിക്കുന്നുണ്ടല്ലോ. വെള്ളം കയറിനോടൊപ്പം തന്നെ ഓക്സിജൻ ലയിക്കുന്നുണ്ടല്ലോ. ഇതിൽ വെള്ളം കയറുന്നുണ്ട്. അപ്പോൾ പലരും സംശയം, ഇതിൽ കൂടെ വെള്ളം പോകുമ്പോൾ ഇതിൽ വെള്ളം കയറില്ല. അത് കണ്ടില്ല കയറുന്നത്. ഇത് കയറിയ വെള്ളം ഇപ്പോൾ മോട്ടർ ഓഫാകുമ്പോൾ തിരിച്ച് വരുന്നുണ്ടല്ലേ. ഇത് ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ മോട്ടർ പ്രവർത്തിക്കുമ്പോൾ നേരെ പുറത്തേക്ക് പോവുകയല്ലേ ചെയ്യുക, ഇതിൽ കൂടെ ഗ്രോ ബെഡിൽ കയറുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഫിഷ് ടാങ്കുകളിൽ നല്ല മത്സ്യങ്ങളും ഇങ്ങനെയുള്ള ഗ്രോ ബെഡിൽ അത്യാവശ്യം പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ട്
ആരോഗ്യത്തോടെ ജീവിച്ച് മരിക്കാം.